അമ്മ പറഞ്ഞു എന്തൊരു കറക്റ്റാ, പിള്ളേർ ഇതെല്ലാം കണ്ടുപിടി. തല്ല് പിടിച്ച് തുടങ്ങിയാലോ? ഞാനൊക്കെ എന്തെങ്കിലും കൈ കിട്ടി അടിച്ചു കൊല്ലും. സത്യം. അതേപോലത്തെ വഴക്ക് ഈ പരിസരത്ത്. എനിക്ക് എപ്പോഴും തോന്നി ഏട്ടനൊരു പൊടിക്കടങ്ങിയ തീരാവുന്ന പ്രശ്നമേ ഉള്ളേ. അടങ്ങണ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവന് ഇച്ചിരി ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ക്ലീറ്റോ കാണിക്കണതോ പിന്നെ എന്ത്? അയ്യോ, ക്ലീറ്റോ നല്ല മോനാ. ക്ലീറ്റോ കണ്ട മുട്ടം വടി വെച്ച് തലക്കടിച്ച് കൊല്ലാൻ. ചേച്ചി ഏട്ടൻ വഴക്ക് തുടങ്ങി വിളിക്കുമ്പോ തന്നെ ഈ തൊണ്ടേന്നൊരു ശബ്ദം വരും. ഈ ഏരിയ ഫുള്ള്. എന്റെ പൊന്നു മോളെ, ഇവിടെ ഈ പരിസരത്ത് ചെന്നൊന്ന് നീ അന്വേഷിച്ച് നോക്കി, കനകന്റെ ഒച്ചയാണോ ഈ ക്ലീറ്റോന്റെ ഒച്ചയാണോ കേൾക്കണേന്ന് ഇന്ന് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അവൻ ആ പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കണേന് ക്ലീറ്റോന് എന്താ കുഴപ്പം? അല്ല, എന്ത് കാര്യത്തിനാണ് ഈ പട്ടിക്ക് ബിസ്ക്കറ്റുമായിട്ട് അവിടെ രാവിലെ പോയി ഇരുന്നത്? വെറുതെ ഇല്ലാത്ത ആ റൂബിനെ പിടിച്ചിരുത്തിക്കൊണ്ട്. ക്ലീറ്റോ ചേട്ടന്റെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ക്ലീറ്റോ ചേട്ടനെ ഒന്നും. ക്ലീറ്റോ പണിക്കും പോല വേലയ്ക്കും പോലാത്തതിന്റെ ആ ഒരു കുറ്റബോധം ക്ലീറ്റോന്റെ മനസ്സിലും പോവാത്ത കാര്യമൊക്കെ എന്തെങ്കിലും പണിക്ക് പൊക്കൂടെ എന്ന് ചോദിച്ചേ. ഈ ക്ലീറ്റോ എപ്പോഴും കാണുമ്പോ പറയുന്നത് ക്ലീറ്റോനോടല്ലോ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോട്ടെ, ക്ലീറ്റോ ചേട്ടനില്ലേ ചെറുപ്പത്തിൽ എന്ത് എന്ത് പാവമായിരുന്നറിയോ? ശബ്ദം പോലും കേൾക്കൂലായിരുന്നു ക്ലീറ്റോ ചേട്ടൻ. എവിടെ കാലെടുത്ത് വെക്കണോ അത് നശിഞ്ഞ് മുന്നൂടാ. ക്ലീറ്റോ ഒന്നുമല്ല. ഒരു പാർട്ടിയിൽ പോയി അത് നാശകോടാലിയായി. അത് ചേച്ചിക്ക് അങ്ങനെ അറിയാം? പിന്നെ ചേച്ചി കൊറേ നാളെ 5-8 കൊല്ലമായി ഞാൻ കാണുന്നു ഈ DDT പാർട്ടി ആ പാർട്ടിയിൽ വന്നിട്ടുണ്ട്. ക്ലീറ്റോ അല്ല അതിന്റെ പാർട്ടി തന്നെ ഇപ്പോഴും നിൽക്കുമല്ലേ? ആ പാർട്ടി തന്നെ ഇപ്പോഴും നിൽക്കണമെങ്കിൽ എന്താ കാര്യം? അതേസമയം എന്റെ ക്ലീറ്റോ ചേട്ടന്റെ പ്രവർത്തനം നല്ലതായതുകൊണ്ട് ഇപ്പോഴും 10 പേരേ ഉള്ളൂ ആ പാർട്ടിയിൽ. അതേസമയം ഈ നാട് മൊത്തം അറിയാം DDT പാർട്ടിയിലെ ഈ ക്ലീറ്റോന്റെ ആർക്കറിയാം? ആ പുറത്തോട്ട് ഏതെങ്കിലും ഒരു കടയിലോട്ട് ചെന്ന് നോക്കിയേ, കനകന്റെ പെങ്ങളാന്ന് പറയുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കും. എനിക്ക് ക്ലീറ്റോ ചേട്ടന്റെ പെങ്ങളാന്ന് പറയുമ്പോൾ ഇത്രയും അടി കിട്ടും. പിന്നെ ഇപ്പൊ തന്നെ കിട്ടും. അത് ചേച്ചിക്കായിരിക്കും കിട്ടുന്നത്. ചേച്ചിയുടെയും കുടുംബക്കാരുടെ സ്വഭാവം കൊണ്ടായിരിക്കും ചേച്ചിക്ക് കിട്ടുന്നത്. അടിച്ചു പൊട്ടിക്കും. ഞങ്ങൾ വെറുതെ ഇരിക്കുമോ? ഞങ്ങളുടെ കുടുംബക്കാർ വെറുതെ ഇരിക്കും. ഇവിടെ നിങ്ങളുടെ കുടുംബത്തിൽ ആരുണ്ട്? ഒരു ബോധം ഇല്ലാത്ത ഒരു എന്താ ഒരു പ്രശ്നം വന്ന് നോക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിൽ ഈ മനുഷ്യനെ നാട്ടുകാരെ അടിച്ചിട്ട് ഓടിക്കാൻ വരുമ്പോഴുണ്ടല്ലോ എന്റെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അല്ലാതെ നിന്റെ നീ കൈചൂടി സംസാരിച്ചിട്ടുണ്ടല്ലേ? ഇവിടെ ഈ പ്രശ്നം ഈ കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന ക്ലീറ്റോ ചേട്ടനാണ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, അപ്പുറം ഇപ്പുറം ആൾക്കാരുണ്ട്. നാണക്കേടാണ്. നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ക്രമസമാധാനം നടപ്പിലാക്കുന്ന ഒരാളാണ് ഇരിക്കുന്നത്. ഭാര്യയാണെന്ന് പറയുന്നത് നാണക്കേടാണ്. നാണിത് പെണ്ണുങ്ങൾക്ക് വല്ലാത്ത എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ലേ ആമ്പിള്ളേർ ഇറങ്ങിയപ്പോ പെണ്ണുങ്ങൾ തുടങ്ങിയ ഇതിനൊക്കെ എന്താണ് വേണ്ടെന്നറിയാമോ? നല്ല മടലെടുത്ത് നിന്റെ ഒക്കെ 6-ാം മാലിക്ക് തരേണ്ടതാണ് കേട്ടാ. അമ്മ നമ്മുടെ കനക തുടങ്ങി ആഹാ പിന്നെയും അരി തിന്നതും വരാ. പിന്നെയും പൂച്ചയ്ക്ക് മുറുമുറുക്കുന്ന വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. മിണ്ടിപ്പോവരുത് എൻ്റെ അടുത്ത്. അല്ല എനിക്കൊന്നുമില്ല. അന്ന് ഞാൻ അങ്ങ് പോയാൽ മതിയായിരുന്നു, തിരിച്ചു വരേണ്ടിയില്ലായിരുന്നു. അതല്ലേ എനിക്കിതൊക്കെ കേൾക്കേണ്ടി വന്നത്. ഞാനൊരു കാര്യം തീരുമാനിച്ചു. അമ്മ ഇനി അങ്ങ് പോവല്ലേ അമ്മ? ഇവിടെ നിന്ന് ഇറങ്ങി പോവല്ലേ അമ്മ? ആര് പോണ്? എവിടെ പോണ്? ഞാനങ്ങ് പോണില്ല. ഇതെന്റെ വീടാണ്. ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം ഇവിടെ ഉണ്ടായാൽ നിന്നെയൊക്കെ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. അതാണ് എൻ്റെ പുതിയ വർഷത്തെ തീരുമാനം. മനസ്സിലായല്ലോ?